വെൽക്കം ടു പ്രൈം ഡയറക്ഷൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പെയർ ഓഫ് ഡിജിറ്റ്സ് ആൻഡ് ലെറ്റേഴ്സ് എന്ന ടോപ്പിക്കാണ്. എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. എന്തായാലും ഒരു പ്രിലിംസ് എക്സാമിനും മെയിൻസ് എക്സാമിനും അധികം ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് പെയർ ഓഫ് ലെറ്റേഴ്സും പെയർ ഓഫ് ഡിജിറ്റ്സും. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് പെയർ ഓഫ് ഡിജിറ്റ്സ് എന്ന് ആദ്യം നോക്കാം. ഞാനിതാ ഇപ്പോൾ ന്യൂമറിക് സീരീസ് എഴുതുക. ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ പോകുന്നതാണല്ലോ നമ്മുടെ ന്യൂമറിക് സീരീസ്. അപ്പോൾ ഇതിലത്തെ എന്താണ് പെയർ ഓഫ് ഡിജിറ്റ്സ് എന്ന് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1ഉം 4ഉം എന്താണ് ഒരു പെയർ ഓഫ് ഡിജിറ്റ്സ് ആണ്. അതിപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള 2, 3 മാറ്റിയിട്ട് ഒരു 8, 9 എന്നങ്ങ് എഴുതി. എന്നാലും എന്താണ് ഈ 1ഉം 4ഉം പെയർ ഓഫ് ഡിജിറ്റ്സ് ആണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 1 കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ ഏതൊക്കെ വരിക 2, പിന്നെ 3, പിന്നെ 4. അപ്പോൾ എന്താ ഈ 4 എന്ന് ഞാൻ എണ്ണിയപ്പോൾ തന്നെ ഇവിടെ 4 എന്ന് വന്നല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ പെയർ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ ഞാനിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ പോട്ടെ. ഇപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ 21, അപ്പോൾ ഇവിടെ എന്തായിരിക്കും എണ്ണണ്ടേ 22, 23, 24. 24 എന്ന് എണ്ണിയപ്പോൾ തന്നെ അവിടെ ഒരു നമ്പർ വന്നല്ലോ. ഇപ്പോൾ 22 എന്ന് ഇവിടെ എണ്ണിയപ്പോൾ എന്താണ് 22 വന്നില്ല, 48 വന്നത്. 23 എന്ന് എണ്ണിയപ്പോൾ എന്താ 23 വന്നില്ല, 96 വന്നത്. അപ്പോൾ എണ്ണിയപ്പോൾ കറക്റ്റ് ഏതാണ് വരുന്നത്? ഇപ്പോൾ 24 വന്ന്. അങ്ങനെയാണെങ്കിൽ അതൊരു പെയർ ഓഫ് ഡിജിറ്റാണ്. അപ്പോൾ അടുത്ത 25 എന്താണ് ഇവിടെ വന്നില്ലല്ലോ, 26 ഇവിടെ വന്നില്ല. അപ്പോൾ എന്താണ് ഈ 21ഉം 28ഉം എന്താണ് ഒരു പെയർ ഓഫ് ഡിജിറ്റ് അല്ല. 21ഉം 7ഉം എന്താണ് ഒരു പെയർ ഓഫ് ഡിജിറ്റ് അല്ല. അപ്പോൾ ഇവിടുന്ന് ഞാനിപ്പോൾ എന്താണ് 21, 22, 23, 24 ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കല്ലേ എണ്ണിയേ. അപ്പോൾ ഇതിനെയാണ് ഫോർവേഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് എണ്ണുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ അതെന്താണ് അത് ബാക്ക്വേർഡ് ഡയറക്ഷൻ എന്നാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ നോക്കുകയാണേ, ഇതിൽ നിന്ന് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ എത്ര പെയർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ടെന്ന് ചോദിക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിതാ 8 എണ്ണി തുടങ്ങും. 8 അടുത്ത ഇവിടെ 9 വരേണ്ടത്, വന്നിട്ടുണ്ടോ ഇല്ല. 10, 11 എന്തായാലും ഇങ്ങോട്ട് വരില്ല എന്ന് ഉറപ്പാണല്ലോ. പിന്നെ 2 എണ്ണി തുടങ്ങുക. 2 ഇവിടെ 3 വന്നോ ഇല്ല. 4 വന്നോ ഇല്ല. 5 ഇവിടെ വന്നോ ഇല്ല. 6 ഇവിടെ വന്ന്. അപ്പോൾ എന്താണ് 2, 6 ഒരു പെയർ ഓഫ് ഡിജിറ്റ് ആണ്. അതേപോലെ തന്നെ 9 ഇങ്ങോട്ടേക്ക് എണ്ണി നോക്കി വരുന്നുണ്ടോ ഇല്ല. 9, 10, 11 ഇങ്ങോട്ട് വരില്ല. 8 എണ്ണി നോക്കി വരില്ല. ഇനിയിപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ബാക്ക്വേർഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞത്. ഫോർവേഡ് ഡയറക്ഷൻ ആണെങ്കിൽ 6, 7, 8 ഒരു പെയർ ഓഫ് ഡിജിറ്റായി. അടുത്തതാ 6, 7, 8, 9 അടുത്ത പെയർ ഓഫ് ഡിജിറ്റായി. 10 വരും, 11 വരും, വരുന്നില്ലല്ലോ, പെയർ ഓഫ് ഡിജിറ്റായിട്ട് വരുന്നില്ലല്ലോ. 4, 5, 6, 7, 8 അടുത്ത പെയർ ഓഫ് ഡിജിറ്റായല്ലോ. അങ്ങനെയാണ് അടുത്തതാ 8, 9 അടുത്ത പെയർ ഓഫ് ഡിജിറ്റ്. ഇങ്ങനെയാണ് പെയർ ഓഫ് ഡിജിറ്റ്സ് വരുന്നത്. ഇനി പെയർ ഓഫ് ലെറ്റേഴ്സ് വരുന്നത് എങ്ങനെയാണെന്ന് അതെങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ കൂടെ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹൗ മെനി സച്ച് പെയേഴ്സ് ഓഫ് ഡിജിറ്റ്സ് ആർ ദർ ഇൻ ദ നമ്പർ 7, 3, 9, 5, 1, 2, 8 ഈച്ച് ഓഫ് വിച്ച് ഹാസ് മെനി ഡിജിറ്റ്സ് ബിറ്റ്വീൻ ദം ഇൻ ദ നമ്പർ ആസ് ദേ ഹാവ് ബീൻ ദം ഇൻ ദ ന്യൂമറിക് സീരീസ്. ഈ സംഭവങ്ങളൊന്നും നോക്കണ്ട. ഈ പെയർ ഓഫ് ഡിജിറ്റ്സ് എന്നുള്ള ഈ ലൈൻ മാത്രം നോക്കിയാൽ മതി. ഹൗ മെനി സച്ച് പെയർ ഓഫ് ഡിജിറ്റ്സ് എന്നുള്ള ഈ ലൈൻ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്പർ നമ്മൾ താഴോട്ട് എടുത്ത് എഴുതുക. 7, 3, 9, 5, 1, 2, 8. സോ ആദ്യം എന്താണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അല്ലെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിൽ ഒന്ന് എണ്ണി നോക്കാം. 7 അടുത്ത ഇവിടെ ഏതാണ് 8 വരേണ്ടത്. 8 വന്നിട്ടുണ്ടോ ഇല്ല. 9 വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പെയർ ഓഫ് ഡിജിറ്റായി. പിന്നെന്താണ് 10 അങ്ങോട്ടേക്ക് എന്തായാലും വരുന്നില്ല, കാരണം ഇതൊക്കെ എന്താണ് ഒറ്റ ഡിജിറ്റ് ഉള്ളതാണ്. അടുത്തത് നോക്കാം. 3, 4 വന്നിട്ടുണ്ടോ ഇല്ല. പിന്നെ ഏതാണ് 5 വന്നിട്ടുണ്ട്. പിന്നെ 6, 7, 8 8 വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത 9 നോക്കുകയാണെങ്കിൽ 9, 10 അങ്ങോട്ടേക്ക് എന്തായാലും വരില്ല എന്ന് നമുക്കറിയാം. പിന്നെ 5 നോക്കുകയാണെങ്കിൽ 5, 6, 7, 8 വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഉള്ള എത്ര 1, 2 വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇതുവരെ എത്ര എണ്ണമായി? ഫോർവേഡ് ഡയറക്ഷനിൽ 1, 2, 3, 4 എണ്ണമായില്ലേ. അടുത്തതിന് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ എത്ര ഉണ്ട് നോക്കാം. അപ്പോൾ 8 ഇവിടെ ഉണ്ട്, 9, 10, 11 ഇവിടേക്ക് എന്തായാലും വരില്ല എന്നറിയാം. 2 ഇവിടെ ഉണ്ട്, 3, 4, 5, 6, 7 വന്നിട്ടുണ്ടല്ലോ. റെഡി.
അടുത്ത 1 1 2 3 4 5 വന്നിട്ടുണ്ടോ? ഇല്ല. 5 6 7 8 വന്നിട്ടുണ്ടോ? ഇല്ല. 9 എന്തായാലും ഇങ്ങോട്ട് വരില്ല അറിയാം. 3 വന്നില്ല. അപ്പോൾ ഇത് എത്ര പെയർ ഓഫ് ഡിജിറ്റായി? ഫോർവേഡ് ഡയറക്ഷനിൽ 1 ബാക്ക്വേർഡ് ഡയറക്ഷനിൽ ഫോർവേഡ് ഡയറക്ഷനിൽ 4 ബാക്ക്വേർഡ് ഡയറക്ഷനിൽ 1 ആകെ എത്ര എണ്ണമായി? 5 എണ്ണമായി. അപ്പോൾ ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ എന്താണ് വരിക? മോർ ദാൻ 4 എന്നുള്ള ആൻസർ അല്ലേ വരിക? റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി സച്ച് പെയർസ് ഓഫ് ഡിജിറ്റ്സ് ആർ ദർ ഇൻ 9 6 3 1 4 6 2. അപ്പോൾ ഹൗ മെനി സച്ച് പെയർസ്, ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഹൗ മെനി സച്ച് പെയർസ് എന്നാണുള്ളത്. പക്ഷേ നമ്പർ ഇത് എവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണ്, ഇതിൽ ഇതവിടെ പറയുന്നുണ്ട് ഓൺലി ഇൻ ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രം എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കണം. അപ്പോൾ ഓൺലി ഇൻ ഫോർവേഡ് ഡയറക്ഷൻ എന്നാണെങ്കിൽ എന്താണ് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ നമ്മൾ എണ്ണി നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഒന്ന് മാറ്റി ചെയ്താണ്. 9 8 3 1 4 6 2. ഇപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിൽ ഒന്ന് എണ്ണി നോക്കാം. 9 10 എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ എന്താ വരില്ല. അപ്പോൾ 8 9 അങ്ങോട്ട് വരില്ല. പിന്നെ 3 4 5 6 ഇതാ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 3 6 എന്താണ്? ഒരു പെയർ ഓഫ് ഡിജിറ്റാണ്. പിന്നെ ഉള്ളത് 1 2 3 4 വന്നിട്ടുണ്ടോ? ഇല്ല. 4 5 6 വന്നിട്ടുണ്ടോ? ഇല്ല. 6 7 വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് എണ്ണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഓൺലി ഇൻ ഫോർവേഡ് ഡയറക്ഷൻ എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? ആകെ ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരിക? 1. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പെയർ ഓഫ് ഡിജിറ്റ്സ് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് ഇനിയുള്ളത് പെയർ ഓഫ് ലെറ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതാ നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഒരു നേരത്തെ നമ്പറാണ് തന്നെങ്കിൽ ഇപ്പോൾ ഒരു വേർഡാണ് തന്നത്, ചെയ്യേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ്? പെയർ ഓഫ് ലെറ്റേഴ്സ് എന്നാണ് കാണേണ്ടത്. അപ്പോൾ ഇത് കാണാനായിട്ട് 2 മെത്തേഡ് ഉണ്ട്. നമുക്ക് മറ്റേ മെത്തേഡ് അവിടെ വിടാം. അപ്പോൾ കുറച്ച് സിമ്പിളെന്ന് തോന്നുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെറ്റേഴ്സിൻ്റെ എല്ലാം കൂടി പ്ലേസ് വാല്യൂ എഴുതി വെക്കുക. ഇപ്പോൾ പ്ലേസ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ചെയറിൻ്റെ ആണെങ്കിൽ എന്താണ്? 3 സി. എച്ചിൻ്റെ ഏതാണ്? 8. പിന്നെ എൻ്റെ 1, ഐൻ്റെ 9, ആറിൻ്റെത് 18, എസിൻ്റെ 19. എന്താണ്? ഇപ്പോൾ നമുക്ക് ലെറ്റർ കിട്ടിയില്ലേ? അല്ല, നമ്പേഴ്സ് കിട്ടിയില്ലേ നേരത്തെ പോലെ തന്നെ. അപ്പോൾ എന്താണ്? ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ബോത്ത് ഫോർവേഡും ബാക്ക്വേർഡും എണ്ണീറ്റ് നേരത്തെ പോലെ തന്നെ കണ്ടെത്താലോ. 3 4 5 6 7 8 വന്നില്ല. 8 9 10 11 12 വന്നില്ല. 1 2 3 4 വന്നില്ല. 9 10 വന്നില്ല. 18 19 ഒരു പെയർ ഓഫ് ഡിജിറ്റ് ആയില്ലേ. അടുത്തത് ഇവിടുന്ന് തിരിച്ചും ബാക്ക്വേർഡ് ഡയറക്ഷനിലുണ്ട്. 19 20 എന്തായാലും ഇങ്ങോട്ട് വരില്ല എന്നറിയാം. 18 ഇങ്ങോട്ട് വരില്ല അറിയാം. 9 വന്നില്ല. പിന്നെ 1 2 3 1 3 വന്ന്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? 1 ഇവിടെയും വന്നിട്ടുണ്ട്, രണ്ടാമത്തെ ഇവിടെയും വന്നിട്ടുണ്ട്. ആൻസർ എന്തായിരിക്കും വരിക? 2 എന്നായിരിക്കും വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. How many such pairs of letters are there in the word credible which has many letters between them in English alphabet? ഇതിൻ്റെ എന്താണ്? പെയർ ഓഫ് ലെറ്റേഴ്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? നേരത്തെ പോലെ തന്നെ നമുക്ക് എന്താണ്? പ്ലേസ് വാല്യൂ കാണണം. അപ്പം പ്ലേസ് വാല്യൂ നോക്കാം. അപ്പോൾ ക്രെഡിബിൾ ഇതാണ്. ഇപ്പോൾ സിൻ്റെ എന്താണ് ലെറ്റർ വരിക? പ്ലേസ് വാല്യൂ വരിക 3 അല്ലേ. പിന്നെ ആറിൻ്റെ പ്ലേസ് വാല്യൂ 18, പിന്നെ ഇൻ്റെ 5, പിന്നെ ഡീൻ്റെത് 4, ഐൻ്റെത് 9, ബീൻ്റെ 2, എല്ലിൻ്റെ 12, ഇൻ്റെ 5. നമ്മളിത് ഇങ്ങനെ പ്ലേസ് വാല്യൂ എഴുതി വെക്കുമ്പോൾ ഒരു ലെറ്റർ മിസ്സായി പോകരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ്? പ്ലേസ് വാല്യൂ എഴുതിയിട്ടുണ്ട്. ഇനി എണ്ണി നോക്കാം. 3 4 5 ഇതാ ഒരു പെയർ ഓഫ് ഡിജിറ്റായില്ലേ. 6 7 8 9 10 വന്നില്ലല്ലോ. അടുത്ത 18 എണ്ണി നോക്കാം. 18 19 20 21 22 23 24 വന്നില്ലല്ലോ. അടുത്ത 5 6 7 8 9 അങ്ങോട്ട് വരില്ലല്ലോ. 4 5 6 7 8 വന്നില്ല. 9
ഇങ്ങോട്ട് വരുന്നില്ല, 2 3 4 വരുന്നില്ല. അപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിൽ എന്താണ്, ആകെ ഒറ്റ പെയർ ഓഫ് ഡിജിറ്റേ ഉള്ളൂ. ബാക്ക്വേർഡ് ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ 5 6 7 8 9 10 വരുന്നില്ലല്ലോ, 12 13 14 15 16 17 18 അവിടെ വന്നിട്ടുണ്ടല്ലോ. 13 14 15 16 ഇല്ല, 18 ഇല്ല കേട്ടോ. ഇത് 13 14 15 16 17 ആണ് കേട്ടോ. അപ്പോൾ അടുത്തത് 2 3 4 ഇതാ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, 2 3 4. പിന്നെ എന്താണ്, ഇതാ ഇവിടെ വന്നിട്ടല്ലോ 2 3 4 5 വന്നിട്ടുണ്ടല്ലോ. പിന്നെ 6 7 വരുന്നില്ല, 9 10 11 12 വരുന്നില്ല, 4 5 ഇതാ ഇവിടെയും വന്നിട്ടല്ലോ, 6 7 വരുന്നില്ല. അപ്പോൾ എന്താണ്, ഫോർവേഡ് ഡയറക്ഷനിൽ ഒരെണ്ണവും ബാക്ക്വേർഡ് ഡയറക്ഷനിൽ 3 എണ്ണവും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ഇതിൻ്റെ ആൻസർ വരിക, 4 അല്ലേ വരിക. അപ്പോൾ ഇതാ ആൻസർ 4. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അടുത്ത വേർഡ് തന്നിട്ടുണ്ട്, റീസണിങ് എന്ന് പറഞ്ഞ വേർഡാണ്. അപ്പോൾ എന്താണ്, ഇതിൽ ഫോർവേഡ് ഡയറക്ഷൻ എന്നാണ് പറഞ്ഞത്. ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രം എത്ര ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റീസണിങ്ങിൻ്റെ പ്ലേസ് വാല്യൂ നമുക്ക് എഴുതിയിട്ട് നോക്കാം. റീസണിങ്ങിൻ്റെ 6 18, E 5, A 1, S 19, O 15, N 14, I 9, N 14, G 7. പ്ലേസ് വാല്യൂ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്, നേരത്തെ പോലെ തന്നെ ഉണ്ട്. 18 19 20 21 ഇങ്ങോട്ട് പോകുന്നില്ല. 5 6 7 8 9 10 11 12 പോകുന്നില്ല. 1 2 3 4 5 6 7 ഇവിടെ വന്നല്ലോ. അടുത്ത 19 അങ്ങോട്ടേക്ക് എന്തായാലും വലിയ സംഖ്യയില്ല. 15 അങ്ങോട്ടേക്ക് പോകുമ്പോൾ വലിയ സംഖ്യയില്ല. 14 അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിനേക്കാൾ വലിയ സംഖ്യയില്ല. 9 അങ്ങോട്ട് പോകുമ്പോൾ വലിയ സംഖ്യയില്ല. 14 ഇല്ല, 7 ഇല്ല. അപ്പോൾ എന്താണ്, ഫോർവേഡ് ഡയറക്ഷനിലാകെ ഒറ്റൊരു പെയർ ഓഫ് ഡിജിറ്റേ ഉള്ളൂ. പെയർ ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ്സ് എന്ന ടോപ്പിക്കിലെ 5 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നോക്കിയത്. എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എന്തായാലും ഒരു പ്രിലിംസ് എക്സാമിൽ എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാവരും എന്താണ് ഈ 5 ക്വസ്റ്റ്യനും ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള വേറെ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ബൈ.